നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ്ഗസമവാക്യങ്ങളാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച രണ്ട് ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണ്? ഒന്ന് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അടുത്തതാ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ is equal to x square minus 2xy plus y square. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. ആഡിങ് x plus y whole square plus x minus y whole square is equal to, അത് റൈറ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്ത് എഴുതി. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഈ പാർട്ട് പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് ഇതുപോലെയാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് 2xy മൈനസ് 2xy ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? 2y സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഐഡൻറ്റിറ്റിയിൽ നിന്നും കിട്ടുന്ന ഒരു റിസൾട്ടാണിത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രോബ്ലത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഇത് വരുന്നത്? എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നേരത്തെ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തത് ഇത് രണ്ടും കൂടെ. ഇനി ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ടും എടുത്താൽ 1 മൈനസ് 2. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ is equal to, ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ്, അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ എഴുതുക ഈ ടേംസ്. കാരണം ഈ മൈനസ് ഇതിനെല്ലാം ബാധകമാണ്. therefore എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ മൈനസ് ഇടാൻ മറക്കരുത്, കാരണം ഇത്രയും ടേംസ് ഉണ്ട്. ഇതിൽ 3 ടേംസ് ഉണ്ട്. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ മൈനസ് കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ വരും. ഇതിവിടെ മൈനസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് 2xy. ഇത് മൈനസും ഇത് പോസിറ്റീവും പ്ലസ്, അത് നെഗറ്റീവും പോസിറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. നെഗറ്റീവ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത്, അതുപോലെ പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? 4xy. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4xy. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻസാണ് നമുക്ക് ഇനി വരുന്ന പ്രോബ്ലത്തിൽ കാണാൻ പറ്റും. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4xy. 4xy ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചു. ഇനി ഇതിൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ 4ന് ഇവിടെ ഡിവൈഡഡ് ബൈ വരും. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4. ഇവിടെയോ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4.
ഇനി 4 എന്നുള്ളതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതെന്ത് വരും? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ വരും? എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അതിനെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതി. അതേപോലെ ഈ ടേമും എഴുതുക. എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. ഇനി നമ്മളിവിടെ y is equal to 1 കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ y is equal to 1 കൊടുക്കുകയാണെങ്കിൽ ഇതെന്താവും? എക്സ് ഇൻറ്റു 1 എക്സ് തന്നെ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നുള്ളത് y 1 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈക്ക് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. ഇപ്പം ഇവിടെ എങ്ങനെയാണ്? എക്സ് എന്നുള്ളൊരു നമ്പറിനെ 2 സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതും. 2 നമ്പറിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതും. അല്ലെങ്കിൽ ഒരു നമ്പറിനെ 2 വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 13 ആണെന്നിരിക്കട്ടെ. ദെൻ എടുത്തു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 13. 2 നമ്പേഴ്സിൻ്റെ രണ്ട് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ എക്സ് 13 അല്ലേ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴും 13 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 13 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. ഈ 13 പ്ലസ് 1 എന്താണ്? 14 ബൈ 2 സ്ക്വയർ മൈനസ് 13 മൈനസ് 1 എന്താണ്? 12 ബൈ 2 ഹോൾ സ്ക്വയർ. 14 ബൈ 2 എന്താണ്? 14 ബൈ 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 സ്ക്വയർ മൈനസ് 12 ബൈ 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 സ്ക്വയർ. അപ്പോൾ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 49. 49 മൈനസ് 6 സ്ക്വയർ എന്താണ്? 36. 49 നിന്ന് 36 മൈനസ് ചെയ്താൽ 13 അല്ലേ കിട്ടുന്നത്? ഈക്വൽ ടു 13. അപ്പം നമുക്ക് മനസ്സിലായില്ലേ? ഒരു നമ്പറിനെ 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഇനി അടുത്തതുപോലെ നമുക്ക് 10 നോക്കാം. 10 ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് പ്ലസ് 1 ഉള്ളിടത്ത് എന്ത് വരും? 10 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 10 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. ഈ 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 10 മൈനസ് 1 എന്താണ്? 9 ബൈ 2 ഹോൾ സ്ക്വയർ. 11 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? അതിനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? 1 ബൈ 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് 11 2 കൊണ്ട് 11 2 കൊണ്ട് ഹരിച്ചാൽ 11 5 പ്രാവശ്യം. അപ്പോൾ 10. പിന്നെ ഇവിടെ വരുന്ന ശിഷ്ടം 1. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 1 ബൈ 2. അതുപോലെ 9 ബൈ 2 ഇവിടെ 4 പ്രാവശ്യം 8. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 4 1 ബൈ 2. അപ്പോൾ 1 ബൈ 2 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ. ഇപ്പോൾ 10നെ 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയില്ലേ? അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഏതൊരു നമ്പറിനെയും 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ നോക്കാം. എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാനായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. 135 ഇൻറ്റു 65. ഇവിടെ എക്സ് 135 വൈ 65. ഇതെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ 135 പ്ലസ് 65 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ എന്താണ്? 135 മൈനസ് 65 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഈ 135 പ്ലസ് 65 എന്താണ്? 135ഉം 65ഉം കൂടെ ആഡ് ചെയ്യുമ്പം
200 കിട്ടും. അപ്പോൾ ഇവിടെ 200 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി 135 മൈനസ് 65, 135 65 കുറയ്ക്കുക 70 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 70 ബൈ 2 ഹോൾ സ്ക്വയർ. 200/2 എന്താണ്? 100 ആണ്. അപ്പോൾ ഇവിടെ 100 സ്ക്വയർ. 70/2 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35 സ്ക്വയർ. ഇനി 100 സ്ക്വയർ അറിയാമല്ലോ, 100ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ 100ൻ്റെ സ്ക്വയർ ആയി. 35ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. 35ൻ്റെ സ്ക്വയർ ഇവിടെ 1300, ഇവിടെ 0 ആണ് വരുന്നത്. 1225 വരും. അപ്പോൾ ഇവിടെ 10,000 മൈനസ് 1225. ഇനി 10,000ത്തിൽ നിന്ന് ഇത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 8. അപ്പോൾ ആൻസർ എന്ത് വരും? 8775. അപ്പോൾ 135 × 65 അങ്ങനെയാണ് കണ്ടുപിടിച്ചതും. നമ്മൾ ഈ ഫോമുലയാണ് യൂസ് ചെയ്തത്. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാനുള്ള ഫോമുല x + y ഹോൾ സ്ക്വയർ, x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ x 135 ആയിട്ടും y 65 ആയിട്ടും എടുത്തു. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ ആ സ്ക്വയർ കണ്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ട് ആൻസർ കിട്ടി. ഇനി ഇതിൻ്റെ തന്നെ ഡെസിമൽ പ്രോബ്ലം, അതായത് ദശാംശ സംഖ്യ വരുന്നത് ചെയ്തു നോക്കാം. 26.5 × 23.5. ടെക്സ്റ്റ് ബുക്സിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. 26.5 × 23.5. ഇവിടെ x 26.5 ആയിട്ടും y 23.5 ആയിട്ടും എടുക്കാം. അപ്പോൾ x + y/2 എന്നുള്ളത് എങ്ങനെ വരും? 26.5 പ്ലസ് 23.5 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 26.5 മൈനസ് 23.5 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 26.5ഉം 23.5ഉം കൂടെ കൂട്ടിയാൽ ഇവിടെ 0 0 ഇവിടെ 50 വരും അല്ലേ? ഈ ടേം മുകളിലത്തെ 50 വന്നു. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ മൈനസ് ചെയ്താൽ 26.5ൽ നിന്ന് 23.5 മൈനസ് ചെയ്താൽ ഇവിടെ 0, ഇവിടെ 6ൽ നിന്ന് 3 പോയാൽ 3, ഇവിടെ 0. അപ്പോൾ ഇവിടെ 3 വരും. 3/2 ഹോൾ സ്ക്വയർ. ഈ 50/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ്. 25 സ്ക്വയർ മൈനസ് 3/2. 3/2 എന്ന് പറയുമ്പോൾ 1.5 ആണ്. 1.5 സ്ക്വയർ. 25 സ്ക്വയർ എന്താണ്? 625 ആണ്. ൻ്റെ സ്ക്വയർ 625. അതുപോലെ 1.5. അപ്പം 15ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 15ൻ്റെ സ്ക്വയർ 225 വരും. അപ്പം നമുക്ക് ഇവിടെ 1.5 × 1.5 ആണ്. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ. അപ്പം നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരണം. അപ്പോൾ 225 കിട്ടി. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരണമെങ്കിൽ ഇവിടെ നിന്ന് 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 2.25 വരും. അപ്പോൾ ഇവിടെ 625 നിന്ന് 2.25 മൈനസ് ചെയ്യണം. 625 2.25 എങ്ങനെ മൈനസ് ചെയ്യാം? 625 താഴെയുള്ള നമ്പറിന് മൈനസ് ചെയ്യുന്ന നമ്പറിനും ഡെസിമൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 625 എന്നുള്ളത് ഇങ്ങനെ 0.00 ഇട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴെയുള്ള നമ്പർ 2.25. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ടല്ലോ, 2 0 ഇട്ട് കൊടുത്തത്. ഇനി ഇവിടെ നിന്ന്
ഇതെന്ത് വരും 5 7 2 2 6. ആൻസർ എന്ത് വന്നു 622.75. അതായത് 26.5 ഇൻറ്റു 23.5 ആൻസർ 622.75. നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? XY = x+y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ.